അപ്പം ഇന്ന് നമുക്ക് ലോകാവസാനം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കണം. ലോകാവസാനം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് മതങ്ങളും സയൻസും പറയുന്ന കാര്യങ്ങൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ലോകാവസാനം എന്ന ആ വാക്ക് തന്നെ മനുഷ്യർക്ക് വളരെ ദുഃഖം ഉളവാക്കുന്ന ഒരു വാക്കാണ്. ലോകം എന്തിനാണ് അവസാനിക്കുന്നത്? എങ്ങനെയാണ് അവസാനിക്കുന്നത്? എപ്പോഴാണ് അവസാനിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ അനുദിനം മനുഷ്യനിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സന്തോഷത്തിൻ്റെ ദൂതല്ല ലോകാവസാനം എന്നുള്ളത്. സയൻസ് അതിനെക്കുറിച്ച് പറയുന്നത് സൂര്യചന്ദ്ര നക്ഷത്രാദികൾക്ക് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അത് ആകാശത്തിൽ സംഭവിക്കുന്ന നാശം. ഭൂമിയും ആകാശത്തിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിലും ഭൂമി നമ്മുടെ വസതിയാണ്. ഈ ഭൂമിക്കും നാശം സംഭവിക്കും. അപ്പം ആകാശഭൂമികൾക്ക് വരുന്ന സമ്പൂർണമായൊരു നാശത്തെക്കുറിച്ച് ക്രൈസ്തവ ലോകം ഒന്നടങ്കം ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഭയപ്പെടുത്തലിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം മനുഷ്യന് ഭക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഭക്തി വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ അതിൻ പ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങളും അതിൻ പ്രകാരമുള്ള വരുമാന മാർഗങ്ങളും നിലനിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഏതു വിധത്തിലും വേദപുസ്തകത്തിൻ്റെ ഉപദേശമാണെന്ന വ്യാജേന പറഞ്ഞ് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് മഹാദൈവത്തിൻ്റെ സ്നേഹത്തെയും ശക്തിയെയും വില കുറിച്ച് കാണിക്കുന്ന വിധത്തിലുള്ള ഉപദേശങ്ങൾ കൊണ്ട് ക്രൈസ്തവ മണ്ഡലം ഇന്ന് വളരെ ശോഭിച്ചു നിൽക്കുകയാണ്. ആ ക്രൈസ്തവ മണ്ഡലത്തിൻ്റെയും സയൻസിൻ്റെയും ഒരു സന്തതിയാണ് ലോകാവസാനം. ലോകാവസാനത്തെക്കുറിച്ച് എന്താണ് വേദപുസ്തകം പറയുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ലോകാവസാനത്തിൻ്റെ തെളിവായിട്ട് പറയുന്ന 2-3 വാക്യങ്ങൾ പ്രധാനമായിട്ടും മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3-ാം വാക്യം. ആ വാക്യം ഒന്ന് വായിച്ചേ. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്നും പറഞ്ഞു തരണം എന്ന് ശിഷ്യന്മാര് ഒലിവുമലയിൽ വെച്ച് യേശുവിനോട് സംശയം ചോദിക്കുകയാണ്. ഇവിടെ കർത്താവിൻ്റെ ഏത് വരവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. യഹോവയുടെ പ്രസാദവർഷം, യഹോവയുടെ പ്രതികാര ദിവസം. അതിൽ ഇത് ഏത് വരവിനെ കുറിച്ചാണ് ചോദിക്കുന്നതെന്ന് വിശദമായിട്ട് നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ യഹോവയുടെ ഈ പ്രതികാര ദിവസം അത് സംഭവിക്കുന്ന സമയമേതാണ്, ഏത് വിധത്തിലൊക്കെയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിവരിച്ചിരിക്കുന്നു. യഹോവയുടെ കോപദിവസം വരുന്നത് ഇസ്രായേലിന്മേലാണ്. ഇസ്രായേൽ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതിൻ്റെ പേരിൽ AD 70 വരുന്ന അവരുടെ ശിക്ഷയാണ് യഹോവയുടെ കോപദിവസം അല്ലെങ്കിൽ പ്രതികാര ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് കർത്താവിൻ്റെ
പ്രസാദവർഷം, പ്രതികാര ദിവസം എന്നുള്ള വിഷയത്തിലാണ്. അപ്പൊ അത് ഈ പ്രതികാര ദിവസം നോഹയുടെ കാലം പോലെയാകും. സോദോം ഗോമോറ നശിച്ചതുപോലെയാണ്. യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടാത്ത ആളുകൾക്ക് സംഭവിച്ചതുപോലെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിലാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാണ് ജനങ്ങളെ പേടിപ്പിക്കുന്നത്. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ കർത്താവിന്റെ വരവിൽ ആകും, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയാകും എന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. ലോത്തിന്റെ കാലത്ത്, നോഹയുടെ കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അവർക്ക് സംഭവിച്ചത്. അതുപോലെ തന്നെയാണ് ഇസ്രായേലിന് AD 70 സംഭവിച്ച ആ ശിക്ഷ. യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതിൻ്റെ പേരിൽ അവർ പ്രവാസികളായി റോമൻ സാമ്രാജ്യം അവരെ തൂത്തുവാരി നശിപ്പിച്ചു കളഞ്ഞു. യേശുവിൻ്റെ രണ്ടാം വരവിൽ ഇങ്ങനെയുള്ള വികൃത രൂപങ്ങൾ കാണിക്കാനല്ല കർത്താവ് വരുന്നത്. കർത്താവ് എന്തിനാണ് രണ്ടാമത് വരുന്നത്? രണ്ടാമത്തെ വരവിൻ്റെ വിധം എന്താണ്, ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യങ്ങൾ നാം വേദപുസ്തകത്തിൽ നിന്ന് വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ വചനങ്ങളുടെ നിവൃത്തികൾക്കെല്ലാം ഒരടയാളം നമുക്ക് കാണാനുള്ളത് യഹൂദ ജാതിയുടെ നിലനിൽപ്പും അവരുടെ നീക്കങ്ങളും എങ്ങനെയാണെന്ന് വീക്ഷിക്കുന്നതിൽ വഴിയാണ്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് വ്യക്തമായ കാലഘട്ടമോ പ്രവചനങ്ങളോ ബൈബിളിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ പറ്റില്ല. യേശു ഒന്നാമത് വന്നത് യഹൂദജാതിയുടെ ഇടയിലേക്കാണ്. ഈ വന്നത് യേശുവാണെന്നുള്ളതിന് പോലും അവർ തെളിവ് ചോദിച്ചുകൊണ്ടിരുന്നവരാണ്. ഈ വന്നതും ക്രൂശിക്കപ്പെട്ടതും പുനരുത്ഥാനം ചെയ്തു പോയതും യഥാർത്ഥത്തിൽ യേശുവായിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയത് അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താലാണ് അത് ഗ്രഹിക്കാൻ കഴിഞ്ഞത്. അതിനു മുമ്പേ തുലവും ബാലിശമായ ഒരു അറിവുള്ള ശിഷ്യന്മാരോടാണ് രണ്ടാം വരവിൻ്റെ കാര്യങ്ങളൊക്കെ യേശു ഇരുന്ന് വിസ്തരിക്കുന്നത്. നമ്മളത് അങ്ങനെ ധരിക്കുന്നത് നമ്മൾ അതിലും വലിയ മണ്ടന്മാരാണ്. കർത്താവ് പറഞ്ഞത് ഈ പറഞ്ഞതൊന്നും അവർ ഗ്രഹിച്ചില്ലെന്നുള്ളതാണ്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ വീണ്ടും പോകും, പിന്നെ ഞാൻ വീണ്ടും വരും, ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ വേണ്ടത്ര ഗ്രഹിച്ചില്ല എന്നവർ. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശേഷമാണ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവൻ അവരുടെ ബുദ്ധിയെ തുറന്നു എന്നെഴുതിയിരിക്കുന്നു. അവരോടാണ് രണ്ടാം വരവിൻ്റെ കാര്യവും അടയാളവും പറയുന്നത്. ഇപ്പൊ യേശുവിൻ്റെ രണ്ടാം വരവിൽ ഒരു വലിയ അടയാളം ആകാശത്തുണ്ടാവുമെന്നാ പറയുന്നത്. ആകാശത്തിലെ അടയാളം എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. പിന്നെ യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, മഹാമാരി, പട്ടിണി, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നു. ഈ സംഭവങ്ങളെല്ലാം മനുഷ്യരാശിയുടെ ആദ്യം മുതൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. യുദ്ധവും ക്ഷാമവും ഭൂകമ്പം, മഹാമാരികളൊക്കെ മനുഷ്യ ചരിത്രത്തിൽ തുടരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കുറവായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പകർച്ചവ്യാധികൾ, ലോകമഹായുദ്ധങ്ങൾ
ഇങ്ങനെയുള്ള സംഭവവികാസങ്ങൾ ഇതൊന്നും കർത്താവിൻ്റെ വരവിൻ്റെ അടയാളമായിരുന്നില്ലല്ലോ അന്ന്. അപ്പം ഇന്ന് മാത്രം എന്താണ് പ്രത്യേകിച്ച് വിശേഷമായിട്ട് ഇത് കർത്താവിൻ്റെ വരവിൻ്റെ അടയാളമായി തീരുന്നത്? അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളും അമ്പ് പറയുന്നവർ, ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവര്, ഇണങ്ങാത്തവര്, ബിംബാരാധികള്, കൊലപാതകന്മാര് എന്നൊക്കെ എഴുതിയിരിക്കുന്നു. ഇതെല്ലാ കാലത്തുമുള്ള ആളുകളും ഇങ്ങനെ തന്നെയാണ്. അപ്പം ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ കർത്താവിൻ്റെ വരവിൻ്റെ തെളിവൊന്നുമല്ല. ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളുടെ ഒരു ശൃംഖല തീർക്കാനാണ് യേശു വരുന്നതെങ്കിൽ ആരാണ് യേശുവിൻ്റെ രണ്ടാം വരവിനെ സ്വാഗതം ചെയ്യുന്നത്? എത്രയും യേശു വരുന്നത് താമസിപ്പിക്കാനാ നമ്മൾ നോക്കുകയുള്ളൂ. ഇവിടെ തമ്മിലടിപ്പിക്കുക, യുദ്ധം ഉണ്ടാക്കുക, ഇവിടെ തീയിട്ട് ചുട്ടുകളയുക, മഹാവ്യാധികൾ സംഭവിക്കുക, ഇതെല്ലാം ഭയപ്പെടുത്തുന്ന ഉപദേശങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം തന്നെ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടായിട്ട് 7000 വർഷം പോലും ആയിട്ടില്ല. മനുഷ്യന്റെ ആദിമ ചരിത്രം മുതൽ തന്നെ മനുഷ്യൻ പാപികളായിത്തീർന്നു, രോഗികളായിത്തീർന്നു, പലവിധമായ പീഡകളിൽ കൂടെ മനുഷ്യവർഗം കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ മനുഷ്യവർഗത്തെ മോചിപ്പിക്കാൻ ഏതാണ്ട് 4000 ആയപ്പോഴത്തേക്കും യേശുക്രിസ്തു വന്നു പാപപരിഹാര ബലിയായി. ഇനി രണ്ടാമത്തെ വരവിലും പ്രതീക്ഷയില്ല. രണ്ടാമത്തെ വരവില് ഇവിടെ മുഴുവൻ തീയിട്ട് നശിപ്പിക്കാനാ വരുന്നത്. റാപ്ചറിനായി കാത്തിരിക്കുന്ന കുറച്ചു പേരുണ്ട്. അവര് സ്വർഗത്തിലേക്ക് അങ്ങ് എടുക്കപ്പെടും. കർത്താവ് അവരെ ആകാശത്തിന്റെ മധ്യേ കാത്തു സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇവിടെ ഉള്ള മറ്റുള്ള മനുഷ്യരെ, ദുഷ്ടന്മാരെ മുഴുവൻ തീയിട്ട് അങ്ങോട്ട് നശിപ്പിക്കും. എത്രയോ ബാലിശവും പൈശാചികമായ ഉപദേശങ്ങൾ കൊണ്ടാണ് ക്രൈസ്തവ മണ്ഡലം ഇന്ന് വഷളായിരിക്കുന്നത്. അത് ലോകാവസാനമാണ്. ദൈവം ഭൂമിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം യെശയ്യാപ്രവചനം 45-ാം അധ്യായം, അതിൽ ഭൂമിയെക്കുറിച്ച് യഹോവ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. ഭൂമി എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം. അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല, പാർപ്പിനത്രേ അവൻ അതിനെ സൃഷ്ടിച്ചത്. ഏതാ? ആദാമ്യ സന്തതി പരമ്പരകൾക്ക് പെരുകി നിറയാൻ തക്ക വിധത്തിലുള്ള സംവിധാനത്തിൽ ഈ ഭൂമിയെ യഹോവയായ ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ്. മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ഇവിടെയുണ്ട്. ഈ ഭൂമിയെ പ്രകാശിപ്പിക്കുവാനായിട്ട് 2 വലിയ വെളിച്ചങ്ങൾ സൃഷ്ടിച്ചു. ഇത് വ്യർത്ഥമായിട്ടല്ല, ഇതിനെക്കുറിച്ച് വ്യക്തമായ ഉദ്ദേശം പിതാവിനുണ്ടെന്നുള്ളതാണ്. ഞാൻ സൃഷ്ടിച്ചിരിക്കുന്ന ഭൂമി സദാകാലവും എൻ്റെ മുമ്പാകെ നിൽക്കുന്നത് പോലെ നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ സദാകാലവും നിലനിൽക്കും. യഹോവയുടെ വചനം സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം നിലനിൽക്കും. സയൻസ് പറയുന്നത് എന്താ? ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തം അനുസരിച്ച് ഈ സൂര്യന് 500 കോടി ആയുസുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും അത് നശിച്ചു പോകും. അതിലും വലിയ ആൽബർട്ട് ഐൻസ്റ്റൈനെ ഇത് സൃഷ്ടിച്ചു വച്ചിരിക്കണം.
ഞാനുണ്ടാക്കിയിരിക്കുന്ന സൂര്യൻ സദാകാലത്തേക്കും നിൽക്കുന്നത് പോലെ. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. ഇവിടെ ശാസ്ത്രജ്ഞന്മാരുടെ വചനമല്ല നമുക്ക് ആവശ്യം. അപ്പം അങ്ങനെ നിങ്ങളുടെ പേരും നിലനിൽക്കും. അപ്പോൾ ആകാശത്തിലുള്ള സൃഷ്ടികളും ഭൂമിയെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളും വളരെ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം അതിനെക്കുറിച്ച് പറയുന്നു. ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ പറയുന്നു, സഭാപ്രസംഗി 1-ാം അധ്യായത്തിൽ അദ്ദേഹം ഭൂമിയെക്കുറിച്ച് പറയുന്നു, ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിൽക്കുന്നു. വായിച്ചേ. 1-ാം വാക്യം. ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിൽക്കുന്നു. ഈ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നാ ജ്ഞാനിയായ ശലോമോൻ പറയും. അദ്ദേഹത്തിന് യഹോവ വളരെ ജ്ഞാനം നൽകിയിട്ടുണ്ട്. അത് ചോദിച്ച് വാങ്ങിച്ചതുകൊണ്ട് അല്ലാതെ ദൈവം കൊടുത്ത അറിവാണ്. അദ്ദേഹം പറയാണ്, ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമി എന്നേക്കും നിൽക്കുന്നു എന്നാ. ഉണ്ടോ? ഇതേ കാര്യം തന്നെ നോഹയോട് പറയുന്നുണ്ട്. ഭൂമിയുള്ള കാലത്തോളം രാവും പകലും, ഉഷ്ണവും ശീതവും, വേനലും വർഷവും നിന്നുപോകയില്ല എന്ന് യഹോവ നോഹയോട് അരുളി ചെയ്യുന്നു. ഇതൊക്കെ സൃഷ്ടിച്ചവന് ഇത് പരിപാലിക്കാനും നിലനിർത്താനുമുള്ള പവറുണ്ട്. നമ്മളെവിടെ ഇരുന്ന് ചിന്തിക്കുന്ന വിധത്തിലല്ല. 147-ാം സങ്കീർത്തനത്തിൽ യഹോവ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ ഗാലക്സി, അത് കഴിഞ്ഞാൽ അടുത്ത ഗാലക്സി, അത് കഴിഞ്ഞാൽ അടുത്ത ഗാലക്സി, ഇങ്ങനെ കോടാനുകോടി ഗാലക്സികളിലുള്ള നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും അവയ്ക്കെല്ലാം പേരുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പേര് കണ്ടുപിടിക്കുന്ന കാലത്ത് ജീവിച്ചിരിക്കുന്നവർക്കത് മനസ്സിലാവും. അതിലേതെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നോക്കുന്നു. അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു. കുറച്ച് പേരുടെ പേര് നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. സപ്തർഷി, മകൈരം, കാർത്തിക, ശുക്രൻ, ഇങ്ങനെ കുറേ പേരുകൾ നമുക്ക് കാണാം. ഇനി നമുക്ക് അറിയപ്പെടാത്ത എത്രയോ പേരുകളാണ് കിടക്കുന്നത്. അതുതന്നെയല്ല, ഇനി സൃഷ്ടിക്കാനിരിക്കുന്ന ഗാലക്സികളുടെയും പേരുകൾ വരും. ഈ ആദ്യത്തെ ഗാലക്സി, മിൽക്കി വേ ഗാലക്സി സൃഷ്ടിച്ചതിന് ശേഷം യഹോവ ചുമ്മാതെ ഇരിക്കുവാന്ന ശാസ്ത്രജ്ഞന്മാരുടെ വിചാരം. നമ്മുടെ വിചാരം അതാണോ? അല്ല. കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു ഇന്നുവരെയും, ഞാനും പ്രവർത്തിക്കുന്നു എന്നാ കർത്താവ്. കർത്താവ് ഇപ്പോൾ വന്നു പോയിട്ട് 2000 വർഷമായില്ലേ. അന്ന് കർത്താവ് പറഞ്ഞതാ, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. എന്ത് പ്രവർത്തന നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ക്രിയേഷനാണ് നടന്നുകൊണ്ടിരിക്കണേ. ഇതുവരെയും കണ്ടുപിടിക്കപ്പെടാത്ത നക്ഷത്ര സമൂഹങ്ങൾ ഉണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. വളരെ ശരിയാണത്. മിൽക്കി വേ ഗാലക്സിയുടെ സൃഷ്ടിക്ക് ശേഷം നിർമ്മിച്ചിട്ട ഗാലക്സികളെ കുറിച്ചുള്ള അറിവുകൾ ശാസ്ത്രത്തിന് വളരെ പരിമിതമാണ്. അത് ഇന്നും ആ സൃഷ്ടികളെ നടന്നുകൊണ്ടിരിക്കുക. അനന്തവിസ്താരമായി കിടക്കുന്ന ഈ സ്പേസിൽ
ഇത് കാലിയാക്കിയിരിക്കല യഹോവ. യഹോവയാകുന്ന സൃഷ്ടാവിന് വളരെ രസകരമായ കാര്യങ്ങളായി സൃഷ്ടികളൊക്കെ. സമുദ്രത്തിനകത്തുള്ള സൃഷ്ടികൾ, ഈ ഭൂമിയിലുള്ള സൃഷ്ടികൾ, ഗോളാന്തരങ്ങളെ സൃഷ്ടിക്കുന്നു. വാതകരൂപമായിട്ടും ഖരരൂപമായിട്ടും പ്ലാസ്മയായിട്ടും ഉള്ള നക്ഷത്ര സമൂഹങ്ങളൊക്കെ നമ്മളിവിടെ അടുക്കളയിൽ എന്ന് പറയുന്ന കാര്യങ്ങൾ പോലെയാണ്. അപ്പം ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് നശിപ്പിച്ചിട്ട് ഇവിടെ ചാരക്കൂമ്പാരമാക്കി കുളമാക്കി ഒരു ജീവികളോ മനുഷ്യരോ ഇല്ലാതുള്ള അവസ്ഥയിലാക്കിയിട്ട് കർത്താവും മണവാട്ടിയും സ്വർഗത്തിലിരുന്ന് കൈകൊട്ടി ചിരിക്കുമെന്നവരാണ്. ഇതുപോലെയുള്ള ഉപദേശങ്ങൾക്ക് വേദപുസ്തകത്തെ കൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന വ്യാജമതങ്ങളും വ്യാജ ഉപദേഷ്ടാക്കളും ഇന്ന് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിദ്വാൻ പറഞ്ഞിരിക്കുന്നു, ഈ തലമുറയിൽ ലോകാവസാനം ഉണ്ടാകും. ഇതേത് വിദ്വാനാണ് ഇത് തീരുമാനിക്കുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്? കർത്താവ് പറഞ്ഞു, ഞാൻ പോയ ശേഷം അനേക ക്രിസ്തുക്കൾ എഴുന്നേൽക്കും. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിന് വിപരീതമായിട്ട് പ്രസംഗിക്കുന്ന ആന്റി ക്രൈസ്റ്റുകൾ എഴുന്നേറ്റിരിക്കുകയാണ്. ഏതു വിധത്തിലും വേദപുസ്തകത്തെ വ്യാഖ്യാനിച്ച് അവരുടേതായ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉപദേശം സൃഷ്ടിക്കുന്ന അന്തിക്രിസ്തുക്കൾ, കള്ളക്രിസ്തുക്കൾ ഇന്ന് എഴുതിയിട്ടിരിക്കുകയാണ്. ഇവരെല്ലാം പറയുന്നത് എന്താണെന്നറിയോ? യേശു യഹോവയായ ദൈവം തന്നെയാണ് യേശു എന്ന. ഇത് തന്നെയാണ് ആദ്യത്തെ കള്ളം. യഹോവയായ ദൈവമല്ല യേശുവായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. യഹോവയുടെ ഏക പുത്രനായ യേശുവാണ് ഇവിടെ വന്നത്. ഈ കാര്യം പോലും തിരിച്ചറിയാൻ കഴിവില്ലാത്ത മതപണ്ഡിതന്മാര് അവർ മറ്റുള്ള വിഷയങ്ങൾ എന്തോരം പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ ലോകാവസാനത്തെക്കുറിച്ച് മറ്റൊരു വാക്യം നമുക്ക് നോക്കാം. ഇത് ഭൂമിയുടെ അവസാനമാണോ പ്രപഞ്ചത്തിൻ്റെ അവസാനമാണോ ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 26-ാം വാക്യം. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അങ്ങനെ ക്രിസ്തുവും ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അപ്പൊ കർത്താവോട് ക്രൂശിക്കപ്പെടാൻ വന്നപ്പോൾ ലോകം അവസാനിക്കേണ്ടതായിരുന്നല്ലോ. ലോകം അവസാനിച്ചെങ്കിൽ പിന്നെ കർത്താവിനെ ക്രൂശിക്കുന്നത് ആരാ? എന്തിനാണ് കർത്താവ് പിന്നെ ക്രൂശിക്കപ്പെടുന്നത്? കണ്ടോ, അവിടെ ലോകാവസാനം എന്ന് പറഞ്ഞിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പം ഈ ലോകാവസാനം എന്ന് പറഞ്ഞാൽ ഈ വാക്കിൻ്റെ അർത്ഥം എന്തേ ഉള്ളൂ? ഒരു യുഗത്തിൻ്റെ അവസാനമെന്നേ ഉള്ളൂ. ദി എൻഡ് ഓഫ് ദി ഏജ് എന്ന യുഗാവസാനം. ഏത് യുഗമാണ്? ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ. അപ്പൊ ന്യായപ്രമാണ യുഗത്തിന്റെ അവസാനത്തിലാണ് യേശുക്രിസ്തു സ്വന്തം യാഗത്താൽ പാപപരിഹാരാർത്ഥം യാഗമാകുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായത്. ഈ ലോകാവസാനം എന്നുള്ള പദത്തെ അന്ത്യകാലമെന്നും പറഞ്ഞിരിക്കുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ
ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഏതാ? ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. അന്നും ലോകം അവസാനിച്ചില്ല. കണ്ടോ? അപ്പൊ എന്താ? ഇത് യുഗത്തിന്റെ അവസാനമാണ്. ദാനിയേൽ പ്രവചനം എന്താ പറയുന്നത്? ഈ ദർശനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടുമിരിക്കുന്നു. ദാനിയേലിന് കൊടുത്ത ദൈവത്തിന്റെ ദർശനം അത് അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടിരിക്കുന്നു. കാരണം അത് ദാനിയേലിന്റെ കാലത്ത് ജീവിച്ചിരിക്കുന്നവരെ ബാധിക്കുന്ന കാര്യമല്ല, പിന്നീട് വരുന്ന ഇസ്രായേൽ തലമുറയെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ദാനിയേലേ, നീ പൊയ്ക്കൊള്ളുക. അന്ത്യകാലത്ത് പലരും അത് ശോധന ചെയ്യും. അങ്ങനെ ചോദന ചെയ്തവരാണ് അപ്പോസ്തലന്മാര്. അവരതിൻ്റെ അർത്ഥം കണ്ടെത്തി. അന്നും ലോകം അവസാനിച്ചില്ല. അപ്പൊ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 39-ഉം 40-ഉം വാക്യങ്ങളിൽ പറയുന്നു, കൊയ്ത്ത് ലോകാവസാനം. ആ ഭാഗം വായിച്ചേ. കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ, കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. അപ്പോൾ അവിടെ ലോകാവസാനം എന്ന് 2 പദമുണ്ട്. അവിടെ നടക്കുന്നത് ലോകാവസാനത്തിൽ എന്താണ്? അങ്ങനെ കൊയ്ത്ത് നടക്കുന്നത്. ദുഷ്ടന്മാരെയും നീതിമാന്മാരെയും തമ്മിൽ വേർതിരിക്കുക. ഇതെന്താ വേർതിരിക്കുന്നത്? ഒരു അവസാനത്തിലാണ് ലോകാവസാനം എന്ന് പറഞ്ഞു. അത് യുഗാവസാന. ഏത് യുഗത്തിൻ്റെ അവസാനം? യേശുക്രിസ്തു രണ്ടാമത് വന്ന് സഹസ്രാബ്ദമായിട്ട് ആരംഭിക്കുന്നത് വരെ നിലനിൽക്കുന്ന യുഗമേതോ ആ യുഗത്തിൻ്റെ അവസാനമാണ്. അതായത് ന്യായപ്രമാണ യുഗം കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് സുവിശേഷ യുഗമാണ്. സുവിശേഷ യുഗം അതിൻ്റെ അവസാന കാലഘട്ടം യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിൻ്റെ സമയമാണ്. യേശുക്രിസ്തു 2ാമത് വരുമ്പോൾ എന്താ ചെയ്യണേ? ഈ കളകളെയും നല്ലതിനെയും വേർതിരിക്കുകയെന്നാണ്. അതിനെ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ന്യായവിധി ദിവസമെന്നാണ് വേദവസ്തം പറയുന്നത്. അപ്പം അവിടെയും ലോകാവസാനമല്ല, യുഗാവസാനമാണ്. ലോകത്തിനോ ലോകത്തിൻ്റെ ഈ പ്രകൃതിക്കോ സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങൾക്കോ ഒരു നാശവും സംഭവിക്കാൻ പോകുന്നില്ല. 2029 ലോകം അവസാനിക്കും, 2038 ലോകം അവസാനിക്കും, 2067 ലോകം അവസാനിക്കും. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഇത് ലോകം അവസാനിക്കും എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് നിർവചിക്കണം ആദ്യം. അല്ലാതെ ഒരാളുടെ മനസ്സിൽ തോന്നുന്ന ഏതെങ്കിലും ഒരു സങ്കല്പം വാർത്തയാക്കിക്കൊണ്ട് മനുഷ്യരെ വിഡ്ഢികളാക്കുന്ന ഈ പ്രവണത അവസാനിപ്പിക്കണം. അതിൻ്റെ കാര്യകാരണ സഹിതം ആ വസ്തുത തെളിയിക്കപ്പെടേണ്ടതാണ്. ഈ പറഞ്ഞ വസ്തുതകളൊന്നും ശരിയാകിയില്ലെന്ന് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തെളിയിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് ഇത്ര ഉറപ്പോടെ തന്നെ പറയുന്നത്. ഒരു തലമുറ വരുന്നു, മറ്റൊരു തലമുറ പോകുന്നു, ഭൂമി എന്നേക്കും നിൽക്കുന്നു. അവിടെ ശലോമോൻ മറ്റൊരു കാര്യം പറയുന്നു ആ വാക്യത്തിൽ തന്നെ. ഇപ്പോഴുള്ളത് പണ്ടുണ്ടായിരുന്നു,
ഇനി ഉണ്ടാകുവാനുള്ളതും പണ്ടുണ്ടായിരുന്നത് തന്നെ. ഇത് പുതിയതെന്ന് പറയാൻ ഇനിയൊന്നും ഉണ്ടാകില്ലെന്നാണ്. ഇനി ഉണ്ടാകുവാനുള്ളത് പണ്ടുണ്ടായിരുന്നത് തന്നെ. എന്താ മനുഷ്യ ചരിത്രത്തിൽ 9-ാം വാക്യം. ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനുള്ളതുമാകും. സൂര്യന് കീഴിൽ പുതുതായി യാതൊന്നുമില്ല. സൂര്യന് കീഴിൽ പുതിയതായി യാതൊന്നും മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ശാസ്ത്രം കണ്ടുപിടിച്ചതല്ലേ. സദാകാലത്തേക്കും അന്ധതമത് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ എന്ന് വേദപുസ്തകം പറയുന്നു യൂദായുടെ ലേഖനത്തിൽ. ഇതേതാ? ഈ സദാകാലത്തേക്കും അന്ധതമത് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ ഏതാ? അത് ശാസ്ത്രം പറയുന്നുണ്ട്. സൃഷ്ടിക്കപ്പെട്ടിട്ട് ഇന്ന് വരേക്കും ഭൂമിയിലേക്ക് പ്രകാശം എത്തപ്പെടാൻ സാധിക്കാത്ത നക്ഷത്രങ്ങളുണ്ടെന്ന് സയൻസ് കണ്ടുപിടിച്ചു. അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വച്ചിരിക്കും. ഈ അറിവ് എവിടുന്നാ? ദൈവത്തിൻ്റെ ആ വചനത്തിൽ നിന്നാണ്. അപ്പൊ ഈ സയൻസ് പരമായ കണ്ടുപിടുത്തങ്ങളും തിയറികളും ഒക്കെ അത് വേദപുസ്തകത്തിലുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൽ നിന്നും പഠിക്കാം. ഇനി ഉണ്ടാകുവാനുള്ളതും പണ്ടുണ്ടായിരുന്നതാണ്. ഇനി ഏതാ ഉണ്ടാകുവാനുള്ളത്? മനുഷ്യനെ സംബന്ധിച്ച് ഏതൻ പറുദീസയാണ്. ഏതൻ പറുദീസ മനുഷ്യന് നഷ്ടപ്പെട്ടു. അതിനി ഉണ്ടാകുവാൻ പോകുവാണ്. അത് സ്ഥാപിക്കാനാണ് യേശുക്രിസ്തു രണ്ടാമത് വരുന്നത്. പറുദീസ സ്ഥാപിക്കാനാണ്. അതല്ലാതെ ഈ ഭൂമിയെ ചുട്ടുകരിച്ചിട്ട് ഒരു 144,000 പേരെ കൊണ്ട് സ്വർഗത്തിൽ പോയി കർത്താവ് അവിടെ ഇരുന്ന് ഇവിടെയുള്ള പീഡ കണ്ട് രസിക്കാൻ. അപ്പം ഇങ്ങനെയുള്ള വികൃതമായ ഉപദേശങ്ങൾ നാം മനസ്സിലാക്കുകയും യഥാർത്ഥമായ സത്യം കണ്ടെത്തുകയും ചെയ്യേണ്ടതാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ തെളിവായ ഭാഗം നാളെ നമുക്ക് ചിന്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കുന്നു. ഈ വിഷയത്തിൻ്റെ വ്യാഖ്യാനത്തെ സംബന്ധിച്ച് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്നും പറയാണ്. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. നന്മ ചെയ്യാനറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നതും പാപമാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ വിഷയം നിർത്തുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്കിടാം.